ചലച്ചിത്ര അക്കാദമിയിൽ ഇപ്പോൾ പുതിയ അധ്യക്ഷൻ വന്നു. ഇന്നലെ പ്രേംകുമാർ പറഞ്ഞൊരു പരാതി എന്ന് പറഞ്ഞാൽ എന്നെ ഒന്ന് വിളിച്ച് അറിയിക്കാമായിരുന്നു, അല്ലെങ്കിൽ പുതിയ അധ്യക്ഷൻ്റെ ചുമതല ഏൽക്കുന്ന ഒരു വലിയ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഓസ്കാർ കിട്ടിയ ഒരാളാണ്, അദ്ദേഹത്തിന് ചുമതല കൈമാറുന്നതിൽ എന്നോടൊരു വാക്ക് പറയാമായിരുന്നു എന്നൊരു പരിഭവം പറഞ്ഞു. അതിൽ കഴമ്പുള്ളതല്ലേ? ഇല്ല, അവരുടെ കാലാവധി കഴിഞ്ഞല്ലോ. കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെൻറ്റിന് പുതിയ ഭാരവാഹികളെ തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ആ ഭാരവാഹികളെ തീരുമാനിച്ചു, അത് അതിൻ്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു എന്നതിന് അപ്പുറത്തേക്ക് അതിനകത്ത് ഒരു അതിശയപരമായിട്ടൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ സ്വാഭാവികമായിട്ടും പ്രേംകുമാറിനോട് പറഞ്ഞ് കാണുമെന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ഇല്ലായിരുന്നു, ഞാൻ വിദേശത്തായിരുന്നു ഇത് ഉത്തരവാദിത്ത സമയത്ത്. അപ്പോൾ പ്രേംകുമാറിനോട് പറയേണ്ട ഉത്തരവാദിത്വം അക്കാദമിയിലെ ഭാരവാഹികൾക്ക് ഉള്ള ഉത്തരവാദിത്തമാണ്. പറഞ്ഞു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഞാൻ തിരക്കിയില്ല. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സാധാരണ നമ്മൾ ഒരു ടീം മാറി അടുത്ത ടീം വരുന്നു, അതിന് നമ്മൾ ഉത്തരവിറക്കുന്നു. അതിനപ്പുറത്തേക്കൊരു സംഗതിയായിട്ട് നമ്മളതിനെ കാണുന്നില്ല. നിങ്ങൾ അദ്ദേഹം 3 വർഷം അതിൻ്റെ വൈസ് ചെയർമാനായും 2 വർഷം അതിൻ്റെ ചെയർമാനായും സേവനം അനുഷ്ഠിച്ചു. ഒരു ചെറിയ കാര്യമാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് കാലത്ത് അദ്ദേഹത്തിന് കൊടുത്ത അംഗീകാരം. അതേ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിലാണ് അന്ന് മാറ്റത്തില്ലേ. അതിന് ആശാ സമരത്തെപ്പറ്റി അതേ എവിടെ അഭിപ്രായം പറഞ്ഞു എനിക്കറിയില്ല. ഇന്നലെ നിങ്ങൾ പറയുന്നത് കേട്ടു, ഏതോ ഒരു യോഗം ഞാൻ വിളിച്ച യോഗത്തിൽ എന്തോ അഭിപ്രായം പറഞ്ഞു. അപ്പോൾ 1000 കൂട്ടി കൊടുത്തില്ലേ ആശാ വർക്കേഴ്സിന്? ഇതൊക്കെ ഗവൺമെൻറ്റിൻ്റെ നല്ല മുഖമല്ലേ ഞങ്ങൾക്കുള്ളത്. അദ്ദേഹം അങ്ങനെ ഇന്ന് വരെ ഒരു ഇടതുപക്ഷ വിരുദ്ധമായ ഒരു അഭിപ്രായം പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അദ്ദേഹം ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹത്തിന് നല്ല പരിഗണനയാണ് ഗവൺമെൻറ്റും പാർട്ടിയും നൽകിയത്. അദ്ദേഹം നന്നായി ആ മേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്തു, നല്ല സേവനം ചെയ്യുകയും ചെയ്തു. അല്ല, ഞാൻ സംസാരിച്ചല്ലോ, ഞാൻ അദ്ദേഹത്തെ വിളിച്ചു, സംസാരിച്ചു. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് തന്നെ അദ്ദേഹം ചെയ്ത സേവനങ്ങളെപ്പറ്റി പരസ്യമായി പ്രസംഗിച്ചു, എല്ലാം ചെയ്തു. അദ്ദേഹത്തെ എൻ്റെ കൂടെ ഇരുത്തി സംസാരിച്ചു, എല്ലാം ചെയ്തു. അദ്ദേഹത്തിന് ഒരു പ്രയാസം ഉണ്ടെന്ന് എനിക്ക് അദ്ദേഹം തോന്നിയില്ല, ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം അദ്ദേഹത്തെ സ്നേഹിച്ച് കൂടെ നിർത്തിയാണ് ഞങ്ങൾ പോയത്, ഒരുമിച്ചാണ് പോയത്.